ആദ്യം മതരാഷ്ട്രവാദികളെ UDF-ലെത്തിച്ചു. പതിയെ പതിയെ മുന്നണി മര്യാദകൾ പോലും കാറ്റിൽ പറത്തി കോൺഗ്രസിനെ കുലുക്കി. ആന്തരിക വൈരുദ്ധ്യങ്ങളിൽ ആടി ഉലയുന്ന കോൺഗ്രസിനെ ചത്ത കുതിര നൽകിയ ആഘാതം ചെറുതല്ല. ഏതെങ്കിലും ലീഗ് നേതാവല്ല, ലീഗുകാർ പ്രാധാന്യത്തോടെ കാണുന്ന പാണക്കാട് കുടുംബത്തെ അംഗമായ ലീഗിൻ്റെ പരമോന്നത നേതാവാണ് ഇതൊക്കെ ചെയ്തത്, പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ ഈ കീഴ്വഴക്ക ലംഘനം വഴിവെക്കുന്നത് എന്തൊക്കെ സൂചനകളിലേക്കാണ്? സാങ്കല്പിക അധികാര കസേരയ്ക്കായി കോൺഗ്രസ് അടിയുടെ പടയണി തീർക്കുമ്പോൾ ലീഗിൻ്റെ വക മുഖത്തടി കൂടി. അധികാരം UDF-ന് കിട്ടുമെന്നല്ല, ജയിച്ചാലും തോറ്റാലും കോൺഗ്രസിനെ വിരട്ടുന്ന ശക്തിയായി ലീഗ് മാറുന്നു. അതിനായി കരുക്കൾ നീക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തലയിണ മന്ത്രത്തിലൂടെ വലതുപക്ഷത്തെ കൈപ്പിടിയിലാക്കാനുള്ള അജണ്ട കൂടി ഇതിലൊക്കെ കാണാം. ഗുരുതരമായ ഈ പ്രത്യാഘാതത്തെ ന്യൂനപക്ഷ വിരുദ്ധമാക്കി ബെടക്കാക്കി തനിക്കാക്കാൻ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കേണ്ട. എന്നാൽ കേട്ടോളൂ, BJP ഹിന്ദുക്കളുടെ ഹോൾസെയിൽ ഡീലറല്ല എന്നതുപോലെ മുസ്ലിങ്ങളുടെ ഹോൾസെയിൽ ഡീലർമാരല്ല ലീഗും ജമാഅത്തെ ഇസ്ലാമിയും. മുസ്ലിം ലീഗിൻ്റെ നീക്കങ്ങൾക്ക് പിന്നിലെ കുതന്ത്രങ്ങൾ എന്തൊക്കെ? സതീശൻ്റെ ഏണിചാരിയുള്ള നീക്കങ്ങളുണ്ടോ പിന്നിൽ?